ഹലോ, ട്രിപ്പിൾ ഐറ്റീസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. അതിൻ്റെ പാർട്ട് 2 ആണത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണാത്ത ആളുകൾക്ക് കാണാം. ഇത് നമ്മൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഗവൺമെൻറ് ത്രൂ അഡ്മിഷൻസ് നടക്കുന്ന, ജോസ വഴി അഡ്മിഷൻ നടക്കുന്ന IITs NITs കഴിഞ്ഞ് ട്രിപ്പിൾ ഐറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ എപ്പോഴും പറയാറുള്ള സ്ഥാപനങ്ങളാണ് ആക്ച്വലി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയിട്ടുള്ള 5 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിഫറെന്റ് കാറ്റഗറിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ട്രിപ്പിൾ ഐറ്റികൾ എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ കോട്ടയം, പാലയിൽ ആക്ച്വലി എന്തുണ്ട്, ഒരു ട്രിപ്പിൾ ഐറ്റി കോട്ടയം എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അടക്കം ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്, മുഴുവനായിട്ട് കാണുക. സോ എ ഗ്രൂപ്പ് ഓഫ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ സ്പെഷ്യലൈസിംഗ് ഇൻ IT, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക്സ്. IT കോഴ്സുകളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന, സർക്യൂട്ട് ബ്രാഞ്ചുകളിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന കോളേജുകളാണ് ആക്ച്വലി ഇത് ട്രിപ്പിൾ ഐറ്റീസ് എന്ന് പറയുന്നത്. NIT IIT ഒന്നും അങ്ങനെയല്ല, അത് അവർക്ക് എല്ലാ ടൈപ്പ് ഓഫ് കോഴ്സുകളും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് കോഴ്സുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. IITസിലും NITസിലും അവൈലബിൾ ആണ്. ഇത് 2 ടൈപ്പ് ഇതിലുണ്ട്. നമ്മൾ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴും 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഇവിടെയും സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ള, ഫുള്ളി ഗവൺമെന്റ് തന്നെ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ റൺ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ട്രിപ്പിൾ ഐറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ തന്നെ 2 കാറ്റഗറിയിലാണ് ആക്ച്വലി ഈ സ്ഥാപനങ്ങളുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ട്രിപ്പിൾ ഐറ്റീസ് ഒരാൾ ചൂസ് ചെയ്യണം? മേ ബി NIT ചൂസ് ചെയ്യുന്നതിന് പകരമോ അല്ലെങ്കിൽ ഈവൻ പുതിയതായിട്ടുള്ള IITകളെക്കാൾ ഏറ്റവും കുറച്ചുകൂടെ റാങ്ക് മുകളിലുള്ള ട്രിപ്പിൾ ഐറ്റി ചൂസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ IT റിലേറ്റഡ് ഫീൽഡ്. അപ്പോൾ ഇവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് IT റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ്. നമുക്കറിയാം, എന്നും കഴിഞ്ഞൊരു 15 വർഷമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ഡിമാൻഡും ഉള്ളത് IT ഫീൽഡിലേക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ഫോക്കസ് ഓൺ ഇൻഡസ്ട്രി കൊളാബറേഷൻ ആൻഡ് റിസർച്ച്. ഇതിന് രണ്ടിനും പ്രാധാന്യം കുറച്ച് അധികം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയാണ്. ഇൻഡസ്ട്രീസുമായിട്ട് എപ്പോഴും കൊളാബറേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്. റിസർച്ചിന് മറ്റും പ്രത്യേകം എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 26 ട്രിപ്പിൾ ഐറ്റീസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ളത് 5 എണ്ണമാണ്. അത് നമ്മുടെ ട്രിപ്പിൾ ഐറ്റി അലഹബാദ്, ട്രിപ്പിൾ ഐറ്റി ഗ്വാളിയർ തുടങ്ങി 5 സ്ഥാപനങ്ങളാണ് സെൻട്രലി ഫണ്ടഡ് ആയിട്ടുള്ളത്. ബാക്കി 21 എണ്ണം എന്താണ്, പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് ആണ്, അല്ലെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണെന്ന് പറയാം. നമ്മുടെ ട്രിപ്പിൾ ഐറ്റി കോട്ടയം അടക്കം ഫുള്ളി ഗവൺമെന്റ് ഓൺ ചെയ്യുന്നതല്ല, അത് പാർട്ണർഷിപ്പാണ്, പ്രൈവറ്റ് പാർട്ടീസുമായിട്ട് പാർട്ണർഷിപ്പ് തന്നെയാണ്. ട്രിപ്പിൾ ഐറ്റി ട്രിച്ചി, ട്രിപ്പിൾ ഐറ്റി ഗുവാഹട്ടി ഒക്കെ എന്താണ്, അങ്ങനെ 21 എണ്ണം ഈ ഒരു പാർട്ണർഷിപ്പിലുള്ളതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വിക്കിപീഡിയയിൽ നോക്കിയാൽ നമുക്ക് 26 എണ്ണത്തിന്റെ എന്തും കിട്ടും, ഫുൾ ലിസ്റ്റ് കിട്ടും. അത് ഓരോന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വർഷം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും. 1 മുതൽ 13 വരെയുള്ളത് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. അത് കഴിഞ്ഞ് 14 മുതൽ 26 വരെയുള്ളതും സ്ക്രീനിൽ കാണാം. നമ്മുടെ ട്രിപ്പിൾ ഐറ്റി കോട്ടയം വരുന്നത് 16ാമത്തെ നമ്പറിലാണ്. ഇത് എന്തിൻ്റെ ഓർഡറിലാണ്? എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറിന്റെ അടിസ്ഥാനത്തിലാണ് വിക്കിപീഡിയയിൽ സോർട്ട് ചെയ്തിട്ടുള്ളത്. 2016 ആക്ച്വലി എന്ത് സ്ഥാപിക്കുന്നത്, നമ്മുടെ പാലയിലുള്ള ട്രിപ്പിൾ ഐറ്റി കോട്ടയം എന്ന് പറയുന്ന സ്ഥാപനം വരുന്നത്. ആൻഡ് അവസാനത്തെ കഴിഞ്ഞ ഒരു 2017, 18, 19, 21 പുതിയ ട്രിപ്പിൾ ഐറ്റികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കോളേജുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് സമയം എടുക്കും, ഒന്ന് അതിന്റെ സ്റ്റാൻഡേർഡിലേക്കും സ്വന്തം ക്യാമ്പസിലേക്കും ഒക്കെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഇതാണ് ബേസിക്കലി 26 ട്രിപ്പിൾ ഐറ്റീസിന്റെയും ഫുൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ടോപ്പ് 10 ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 26ലെ NIRF റാങ്കിംഗ് പ്രകാരം ടോപ്പ് 10 ട്രിപ്പിൾ ഐറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ട്രിപ്പിൾ ഐറ്റി അലഹബാദാണ് ഏറ്റവും മുകളിലുള്ളത്. ട്രിപ്പിൾ ഐറ്റി ഡൽഹി ഉണ്ട്, ഗ്വാളിയോർ ഉണ്ട്, പൂനെ, ലക്നൗ, പിന്നെ നമ്മുടെ കോട്ടയം 6th പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ റീസെന്റ് ഇയേഴ്സിൽ നല്ല പെർഫോമൻസ് ആണ് കോളേജ് കാഴ്ചവെക്കുന്നത്. ട്രിപ്പിൾ ഐറ്റി ഗുവാഹട്ടി ഉണ്ട്, വഡോദര, അതുപോലെ തന്നെ ധർവാഡ് ആൻഡ് യുന എന്ന് പറയുന്ന 10 ട്രിപ്പിൾ ഐറ്റീസ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ലിസ്റ്റിൽ ടോപ്പ് 10 ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് നെക്സ്റ്റ് ഇയർ ചൂസ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ വളരെ നല്ലതാണ്. അഡ്മിഷൻ പ്രോസസ്സ് ജോസ വഴിയാണ്. JEE മെയിൻ്റെ റിസൾട്ട് വഴി NITസിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ട്രിപ്പിൾ ഐറ്റീസിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഇത് കൂടാതെ ദാസ കാറ്റഗറി ഉണ്ട്. ദാസയെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ചെയ്തതാണ്. NITസിലേക്കുള്ളതുപോലെ തന്നെ പുറത്തുള്ള കുട്ടികൾക്ക്, GCCയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും ഫോറിനിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ദാസ വഴി അഡ്മിഷൻ എടുക്കാം. SC ST റിസർവേഷൻ ഓൾസോ ഇസ് ദർ. കാരണം ഇതൊരു ഗവൺമെന്റ് തന്നെ അഡ്മിഷൻ നടത്തുന്ന കോളേജ് ആയതുകൊണ്ട് SC ST റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ ന്യൂമററി റിസർവേഷൻ, ഗേൾസിന് സ്പെഷ്യൽ ആയിട്ടുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്പർ ഓഫ് സീറ്റ് നോക്കുകയാണെങ്കിൽ 26 ട്രിപ്പിൾ ഐറ്റീസിലായിട്ട് 7746 സീറ്റുകളാണ് ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ചുള്ളത്. ഇത് ഭാവിയിൽ ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അതിൽ തന്നെ നമ്മുടെ ടോപ്പ് ട്രിപ്പിൾ ഐറ്റി ആയിട്ടുള്ള അലഹബാദ് നോക്കുകയാണെങ്കിൽ 225 സീറ്റാണ് IT BTechനുള്ളത്. ITയിൽ തന്നെ 267 ഫ്ലെക്സിബിൾ സീറ്റുകളുണ്ട്. ഫ്ലെക്സിബിൾ എന്ന് പറയുമ്പോൾ സൂപ്പർ ന്യൂമററി റിസർവേഷൻ, ദാസ കാറ്റഗറി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് 267 എന്ന് പറയുന്നത്. അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരികയാണെങ്കിൽ 132 ഉണ്ട്. ടോട്ടൽ 624 സീറ്റുകളാണ് നമ്മുടെ ടോപ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ളത്. സ്മോളർ ട്രിപ്പിൾ ഐറ്റീസിലേക്ക് വരികയാണെങ്കിൽ റായ്ചൂറും അഗർത്തല പോലുള്ള വഡോദരയുള്ള പുതിയതായിട്ട് ജോയിൻ ചെയ്തത് സ്ഥാപിച്ചിട്ടുള്ള ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50 മുതൽ 150 വരെയാണ് ഓരോ പ്രോഗ്രാമിലും ഉണ്ടായിരിക്കുക.
ആൻഡ് അതുപോലെ തന്നെ പുതിയതായി സ്ഥാപിച്ചിട്ടുള്ള മറ്റ് ട്രിപ്പിൾ ഐ ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോട്ട, ദർവാദിലൊക്കെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 100-200 ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ കുറച്ചും കൂടെ ഇത് കുറച്ചുകൂടെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതാണ്, വലിപ്പം കുറവാണ്, എന്നാലും കുറച്ചുകൂടെ സീറ്റ് ഉണ്ട്. ഏറ്റവും പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 3-4 ട്രിപ്പിൾ ഐ ടീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ആകെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ 200ഓളം സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഓരോ വർഷവും അത് എന്ത് ചെയ്യുന്നുള്ളൂ, വളർന്നു വരുന്നേ ഉള്ളൂ. ഇനി ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ എത്ര JEE-മെയിൽ എത്ര റാങ്ക് വേണം ഈ സ്ഥാപനങ്ങളിലേക്ക് എത്താൻ? നമ്മൾ ടോപ്പ് 5 അടുത്ത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ഐ ടി അലഹബാദിലേക്ക് ജനറൽ കാറ്റഗറിയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് 7478 ആണ്, വിച്ച് ഈസ് ആക്ച്വലി അത്യാവശ്യം നല്ല ക്ലോസിംഗ് റാങ്ക് തന്നെയാണ്. ഗുവാഹട്ടിയിലേക്ക് വരുമ്പോൾ 30,000, 23,000 ആൻഡ് 10,000 ലക്നൌവിലേക്കുള്ളത്. OBC കാറ്റഗറിയിലെ കാറ്റഗറി റാങ്കാണ് JEE-മെയിൻ്റെ കാറ്റഗറി റാങ്കാണ് ഈ കാണുന്നത്. 3,000, 13,000 എന്ന് കാണാം. അങ്ങനെ ഡിഫറെൻറ്റ് EWS, SC/ST കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇത്രയും അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഈ ഒരു റാങ്ക് ഉണ്ടെങ്കിലാണ് ഇന്ത്യയിലെ ടോപ്പ് ട്രിപ്പിൾ ഐ ടീസിലേക്ക് നമുക്ക് JEE-മെയിൻ്റെ റാങ്ക് വഴി എന്ത് കിട്ടുള്ളൂ, അഡ്മിഷൻ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് പ്ലേസ്മെന്റ് റെക്കോർഡ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. ടോപ്പ് 3 ട്രിപ്പിൾ ഐ ടീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലഹബാദിന്റെ കേസ് എടുത്താൽ ആവറേജ് 20 to 25 lakh per annum ആണ് ആവറേജ് CTC വന്നിട്ടുള്ളത്. ഹയസ്റ്റ് CTC 60-ൽ കൂടുതലാണ്. ഓക്കെ, നോട്ടബിൾ റിക്രൂട്ടേഴ്സ് ഗോൾഡ്മാൻ സാക്സ്, അഡോബി, അതുപോലെ ഫ്ലിപ്കാർട്ട് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആവറേജ് എന്ന് പറയുന്നത് ആക്ച്വലി പല NITs-നേക്കാൾ മുകളിലാണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള മേ ബി പല IITs-നേക്കാൾ മുകളിലാണ്. അതുകൊണ്ട് തന്നെ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ഒരു NIRF റാങ്കിങ്ങും ഏത് വർഷമാണ് സ്ഥാപിച്ചത് എന്നും കൂടെ ചിന്തിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ കോളേജുകൾ ചൂസ് ചെയ്യാൻ. ട്രിപ്പിൾ ഐ ടി ഡൽഹി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 20 to 25 വന്നിട്ടുണ്ട്. ഹയസ്റ്റ് CTC 55 to 60 ആണ്. നോട്ടബിൾ റിക്രൂട്ടേഴ്സും ലോകത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കമ്പനീസൊക്കെ എന്ത് ചെയ്യാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ഗ്വാളിയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 16 to 22 LPA ആണ് ആവറേജ് വന്നിട്ടുള്ളത്. ഹയസ്റ്റ് 40+ LPA. നോട്ടബിൾ റിക്രൂട്ടേഴ്സ് ആമസോൺ, ഗൂഗിൾ ആൻഡ് മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ട്രിപ്പിൾ ഐ ടീസിന്റെ പ്ലേസ്മെന്റ് റെക്കോർഡുകൾ. താഴേക്ക് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ കോളേജിലേക്ക് പോകുന്നതിനനുസരിച്ച് ഈ നമ്പേഴ്സ് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, കുറഞ്ഞു വരേണ്ട ചെയ്യും. ഇനി അടുത്തതായിട്ട് ട്രിപ്പിൾ ഐ ടി കോട്ടയത്തിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലയിലുള്ള സ്ഥാപനത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കോട്ടയത്തിലുള്ള ട്രിപ്പിൾ ഐ ടിയുടെ അവസ്ഥ എന്താണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെസിലിറ്റീസും പ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രിപ്പിൾ ഐ ടീസിന്റെ മാത്രം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 6th പൊസിഷനിലുണ്ട്. പക്ഷേ ഓവറോൾ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ റാങ്കിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് താഴെ തന്നെയാണ് ട്രിപ്പിൾ ഐ ടി കോട്ടയം ഉള്ളത്. കാരണം നമ്പർ ഓഫ് കോഴ്സസും നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ എന്താണ് കുറവായതുകൊണ്ട് തന്നെയാണ് അത് വന്നിട്ടുള്ളത്. അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് നോക്കുകയാണെങ്കിൽ ഇതാ CSE വിത്ത് AI ആൻഡ് ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്ലോസിംഗ് റാങ്ക് ജനറൽ കാറ്റഗറിയിൽ 30,619 ആണ്. OBC 11,000, SC 8,000, EWS കാറ്റഗറി റാങ്ക് 5,000 ആണ്. കമ്പ്യൂട്ടർ സയൻസ് മാത്രം സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലാതെ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ 33,000, 14,000, 9,000 ആൻഡ് 6,000 ആണ് വന്നിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് 36, 14, 9,000 and 6,700. ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷനുള്ള BTech അവിടെ ഉണ്ട്. ഈ 4 പ്രോഗ്രാമുകളാണ് മെയിൻലി BTech കോഴ്സുകൾ നമ്മുടെ ട്രിപ്പിൾ ഐ ടി കോട്ടയത്തുള്ളത്. അതിൻ്റെ ക്ലോസിംഗ് റാങ്കുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ JEE മെയിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ട്രിപ്പിൾ ഐ ടി കോട്ടയത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഏത് റാങ്കിൻ്റെ റേഞ്ചിലാണ് നിങ്ങൾ എത്തേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. എന്തുകൊണ്ട് നിങ്ങൾ ട്രിപ്പിൾ ഐ ടി കോട്ടയം ചൂസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒന്ന് അഫോർഡബിൾ ട്യൂഷൻ ഫീസാണ് കമ്പയർഡ് ടു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സെറീൻ ക്യാമ്പസ് ഇൻ കേരള അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് കേരളത്തിലെ ട്രിപ്പിൾ ഐ ടി കോട്ടയത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്ട്രോങ് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ആൻഡ് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, അതുകൊണ്ട് തന്നെയാണ് ട്രിപ്പിൾ ഐ ടിയുടെ ലിസ്റ്റിൽ ഓരോ വർഷവും ട്രിപ്പിൾ ഐ ടി കോട്ടയത്തിൻ്റെ റെപ്യൂട്ടേഷൻ കൂടി വരുന്നത്. സ്ട്രോങ് ഇൻഡസ്ട്രി കൊളാബറേഷൻസ് ഉണ്ട്, ഇന്റേൺഷിപ്പിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ട്രിപ്പിൾ ഐ ടി കോട്ടയത്ത് അവൈലബിൾ ആണ്. പ്ലേസ്മെന്റുകളുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകൾ നമുക്ക് കാണാം. ഹയസ്റ്റ് CTC 36 ആണ് 2021, 22 42 ആണ്. അതുപോലെ 23 58 ആണ് ഹയസ്റ്റ് വന്നിട്ടുള്ളത്. അതുപോലെ 2024 45 lakh per annum ആണ്. ആവറേജ് നോക്കുകയാണെങ്കിൽ 9, 10, 14, 12 എന്നുള്ള രൂപത്തിലാണ് കഴിഞ്ഞ 4 വർഷത്തിലെ ആവറേജ് CTC ആവറേജ് പ്ലേസ്മെന്റ് ലാക്ക് പെർ ആനം പോയിട്ടുള്ളത്. ഇത് നമ്മുടെ ഏറ്റവും ടോപ്പ് 3 ട്രിപ്പിൾ ഐ ടിയുമായി കമ്പയർ ചെയ്താൽ ആക്ച്വലി ഇതൊക്കെ കുറവാണ്. കാരണം ഇത് പുതിയൊരു കോളേജാണ്, 2016 സ്ഥാപിച്ചിട്ടുള്ള കോളേജാണ് ട്രിപ്പിൾ ഐ ടി കോട്ടയം എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പ്ലേസ്മെന്റ്സ് 44, 67 പ്ലേസ്മെന്റ്സ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ 84, 128 കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ 2024 പ്ലേസ്ഡ് ആയിട്ടുണ്ട്. നമ്പർ ഓഫ് ഓഫേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടൽ നമ്പർ ഓഫ് ഓഫേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ റീസെന്റ് ഇയേഴ്സിൽ 171 കുട്ടികളും എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇവിടേക്ക് കഴിഞ്ഞ 4 വർഷങ്ങളിൽ വന്നിട്ടുള്ള കമ്പനീസിന്റെ ലിസ്റ്റാണിത്. ആമസോൺ തുടങ്ങി, അതുപോലെ തന്നെ ബോഷ്, IBM, TCS,
നിസാൻ, എൻവിഡിയ, ജിയോ, ഹ്യൂമൻ റിസോർട്സ്, അതുപോലെ തന്നെ HP, ഡെലോയിറ്റ് തുടങ്ങി ഒരുപാട് കമ്പനീസ്, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് നമ്മുടെ IT ഫീൽഡിൽ പഠിച്ച കുട്ടികളെ എടുക്കാൻ വേണ്ടി IIIT കോട്ടയത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ വർഷവും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളേജ് തന്നെയാണ് IIIT കോട്ടയം എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യം IT തന്നെയാണ്, കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസോ തുടങ്ങി സർക്യൂട്ട് ബ്രാഞ്ചസ് തന്നെയാണ് നിങ്ങളുടെ താല്പര്യം. പക്ഷേ നിങ്ങൾക്ക് NITസിലോ അല്ലെങ്കിൽ ടോപ്പ് NITസിലോ ടോപ്പ് IITസിലോ ഒന്നും കിട്ടാനുള്ള അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള റാങ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന IIITസും കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അത് ഏറ്റവും 5ന്റെ ടോപ്പ് 3യുടെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആവറേജ് പാക്കേജുകളൊക്കെ വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കോളേജുകളുടെ ലിസ്റ്റിൽ 26 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജീസിലെ ഒരു ആദ്യത്തെ 10 എണ്ണം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡ്രീം ക്യാമ്പസുകളുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത 4 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ക്യാമ്പസുകളൊക്കെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതാണ് IIITസിൻ്റെ പാർട്ട് 2 വീഡിയോ ഇവിടെ എൻ്റെ ആണ്. ഇനി നിങ്ങളുടെ കമൻസും സജഷൻസും ക്വസ്റ്റ്യൻസും ഒക്കെ തീർച്ചയായിട്ടും ആസ് യൂഷ്വൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരണം. ആൻഡ് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ലാസ്റ്റ് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ വർഷം JEE 2025 എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് കേരളത്തിൽ ഒരു ബിഗ്ഗസ്റ്റ് ഫ്രീ മോക്ക് ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ജനുവരി 18-ന്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ആൻഡ് അത് മാത്രമല്ല, അതിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും കൊടുക്കുന്നതാണ്.